വെൽക്കം ടു കുഞ്ഞൂസ് നെസ്റ്റ്. അപ്പം നമ്മളിന്ന് ഇവിടുത്തെ ഇഫ്താർ പ്രോഗ്രാമിന് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഈ പ്രാവശ്യം പോകുന്നത്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. റൈമി, ഗായ്സ്, ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. ബൈ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ വണ്ടി കയറി. ഇതുവരെ വണ്ടി എടുത്തിട്ടില്ല, ഇനി ആൾക്കാർ വരാനുണ്ട്. കണ്ടില്ലേ, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഹായ് റൈമി. ഹായ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് പറയുന്നതാണ്. അവിടെ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ചാണ് ഇഫ്താർ പരിപാടി നടക്കുന്നത്. ഞങ്ങളുടെ ID ടാഗൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞങ്ങളുടെ ID ടാഗൊക്കെ വെച്ച് അവിടെ നോക്കിയിട്ടേ കയറ്റത്തുള്ളൂ. ഫോട്ടോ ഒന്നും കാണിക്കില്ല, നല്ല ഫോട്ടോ ആയതുകൊണ്ട്. റെമിയായിട്ട് ഇട്ടേക്കെന്തി റെമി അതൊക്കെ തേപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അന്നമ്മ വരുന്നുണ്ട് ഗൈസ്. കൂട്ടാതെ പോയി ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി ഗായ്സ്. ഏകദേശം ഒരു 20 മിനിറ്റാണ് നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് ഹോട്ടലിലേക്കുള്ളത്. ഹലോ ഗായ്സ്. അങ്ങനെ നമ്മുടെ റെയിമി എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് ഗായ്സ്. നമ്മുടെ വീഡിയോനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്ന് തോന്നുന്നു. എന്നാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഹായ് ഗായ്സ്. ഹായ്. ഫ്ലോറൊക്കെ ഉള്ളതാ. എന്ത് കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് വാർത്താ ചാനലിലൊക്കെ ആംഗ്യഭാഷയിൽ മാത്രം പറയുന്ന ഒരു ട്രാൻസ്ലേറ്ററിനെ പോലെ റെയ്മി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഥകളിയുടെ പല രൂപങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പൊളി സാധനം. നമ്മളിവിടെ രാത്രി കാലങ്ങളിൽ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ പകലതിന്റെ വ്യൂ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് നമ്മളത് കാണുന്നത്. ഓട്ടച്ചിരിക്കുന്ന സാധനം ഇടി പൊട്ടി സാധനം നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ ഗായ്സ്, നമ്മുടെ അതുപോലെ കാണുന്നതാണ് നമ്മുടെ ഗ്രാൻഡ് മില്ലേനിയം ഹോട്ടൽ. നമ്മളിവിടെ വെച്ചാണ് ഇന്നത്തെ ഇഫ്താർ പരിപാടി നടക്കാൻ പോകുന്നത്. വൗ ഗായ്സ്, ഗൂഗിളിൽ നോക്കിയ 5 സ്റ്റാർ ഹോട്ടൽ ഗായ്സ്. നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഗ്രാൻഡ് മില്ലേനിയം ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. വൗ ഗായ്സ്, അതിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മുടെ മേടിച്ച് ബാക്കി എല്ലാ പതാകകളും. ഓക്കെ ഗായ്സ്, എൻ്റെ മാൻ പൊളി ഗായ്സ്, പൊളി പൊളി. നമുക്ക് ഇതിന് പുറത്തെ വ്യൂ ഇത്രയും പൊളിയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ വ്യൂ ഇൻക്രെഡിബിൾ ആയിരിക്കും ഗൈസ്. നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. കണ്ടില്ല ഗൈസ്, അതിൽ നമുക്ക് ഓൾറെഡി വെഹിക്കിൾ എൻട്രി ഉണ്ട്. ഇത് താഴെ കൂടെയുള്ള വെഹിക്കിൾ എൻട്രി ആണ്. ഇത് ഗ്രാൻഡ് മില്ലേനിയത്തിൻ്റെ അവർക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചുറ്റും കാണിക്കാൻ വേണ്ടി ഉള്ള വാഹനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഗൈസ്, ബാക്കി നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കാണാമെന്നാണ്. ഇതാണെന്ന് തോന്നുന്നു എൻട്രി. അല്ലമിസ് മെഡിക്കൽ ഹോസ്പിറ്റൽ നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട്, നമ്മുടെ വെൽക്കം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഗൈസ്, നമ്മുടെ വണ്ടി പോയി നമ്മളിവിടെ ഇറക്കിയിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് എടുക്കാം. ഹായ് ഗൈസ്, നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഗ്രാൻഡ് മില്ലേനിയം ഹോട്ടൽ. കോറൽ ഗ്രാൻഡ് ഹോൾ ജെൻസ് എൻട്രൻസ് ആണ്, എങ്കിലും നമ്മുടെ എൻട്രൻസും ഉണ്ട് ഇവിടെ. അങ്ങനെ എല്ലാവരും ഒരുങ്ങി സെറ്റായിട്ടുണ്ട്. ഹായ് ഗൈസ്. ഗൈസ്, നല്ലൊരു വ്യൂ ആണ് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. വാവ്, സൗദി അറേബ്യയിൽ വന്നിട്ട് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ടാണ്. വെരി നൈസ് ഗൈസ്, വെരി നൈസ്. അങ്ങനെ ഞങ്ങൾ ഇഫ്താർ പാർട്ടിക്ക് വന്നേക്കുവാണ്.
നോയമ്പ് തുറന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ചില്ലായിട്ട് നടക്കുവാണ്. തൊട്ട് സൈഡിൽ തന്നെ ബീച്ചുണ്ട്, നല്ല ഹൈലൈറ്റ് ഇരിപ്പുണ്ട്. ഈവനിങ് ആയതുകൊണ്ടൊരു കുറച്ച് വെയിലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്, എങ്കിലും അത്യാവശ്യം വെയിലുണ്ട് ഇവിടെ. അങ്ങനെ ഗൈസ് നമ്മൾ കുറച്ചും കൂടെ നടന്ന് ഇവിടെ വേറെ ഒരു വ്യൂവിലെത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ ജസ്റ്റ് ഐ തിങ്ക് ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നല്ലൊരു വ്യൂ ആണ്. നമ്മുടെ മറ്റൊരു വ്ളോഗർ ചാർമീസ് വേൾഡ് ഇവിടെ വീഡിയോ പിടിക്കുന്നുണ്ട്. ഹായ് ചാർമീസ് വേൾഡ്. ഹായ്. ഹായ്, എങ്ങനെയുണ്ട്? പറയാൻ പറ്റില്ല, ഫോറിനേഴ്സിനെ കൂടുതൽ അടുപ്പിക്കാൻ പറ്റിയൊരു ഏരിയയാണിത്. ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ സൺസെറ്റൊക്കെ ആണെങ്കിൽ പൊളിയായിരിക്കും കാണാൻ. സൺസെറ്റും സൺറൈസും എല്ലാം പൊളിയായിരിക്കും ഇവിടെ നിന്ന് കാണാൻ. ഇതിന് നടുക്ക് കൂടെ ഇവരെന്തോ വെച്ചിട്ടുണ്ട് ഗൈസ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായിരിക്കും ചാർമി വേൾഡ്? ഇത് മറ്റേ പാതയല്ലേ? ഇതോ? ശരി, പെട്ടെന്ന് സ്ഥലം. ഓക്കെ, നല്ല മരം. ഇത് കണ്ടില്ല, നമ്മുടെ ഈ ഗ്രാൻഡ് മില്ലേനിയത്തിൻ്റെ ബാക്ക് സൈഡാണിത്. ഐ തിങ്ക് ഇത് വലിയൊരു സ്ക്വയർ ഫീറ്റിൽ ഭയങ്കര ഒരു വലുപ്പത്തിൽ തന്നെ ഇവരുണ്ടാക്കി. ഹലോ ഗൈസ്, അപ്പം ഇതാണ് ഗ്രാൻഡ് മില്ലേനിയത്തിൻ്റെ ഒരു എൻട്രൻസ്. നമ്മളിവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ വാവ്, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കുറേ കടലാസ് റോസാസ് കാണാം. നല്ലൊരു ബോഗൺവില്ല ഗൈസ്, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വ്യൂ ആണ് ഇവിടെ. വാവ്, നൈസ് ഗൈസ്. നമ്മുടെ പാർട്ടി തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് പിടിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. പൊളിയാണ് ഗൈസ് ഇവിടുത്തെ വ്യൂ ഒക്കെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഉള്ളിൽ കയറി. വളരെ സൂപ്പറായിട്ട് എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മുടെ അല്ലമിസും സബിയും എല്ലാ അല്ലമിസാരും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ആവുന്നത് നല്ല കാര്യം. നമ്മുടെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ. നമ്മുടെ ഡോക്ടേഴ്സും എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. 6:30യോടെയാണെന്ന് തോന്നുന്നു ഇവിടെ നോമ്പ് കുറിക്കുന്നത്. ഇവിടെ വാങ്ക് വിളിക്കുന്നതോടെ നമ്മളെല്ലാവരും ഫുഡ് എടുക്കാൻ പോവാൻ. പിന്നെ ഒരു അറ്റാക്കിംഗ് ആയിരിക്കും ഗൈസ് ഇവിടെ നടക്കുന്നത്. ഗൈസ്, നമ്മുടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ടീ ആണിത്. ഇവിടെ നല്ല ജാറിൽ പ്രസൻറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ റെയ്മി അത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവരുടെ സ്പെഷ്യൽ ടീ ആണെന്നാണ് ഇവർ പറഞ്ഞത്. കുടിക്ക് റെയ്മി, എങ്ങനെയുണ്ട്? മധുരമുണ്ട് നമ്മൾ ഓർക്കും, പക്ഷെ മധുരമൊന്നുമില്ല. ഒരു ഇഞ്ചിയുടെ ഫ്ലേവർ ഉണ്ട്, പിന്നെ ഏലക്ക. ഈ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പം ദഹിക്കാനൊക്കെ നല്ലതായിരിക്കും അല്ലേ? അതെ അതെ അതെ, അങ്ങനെയാണ്. പിന്നെ കളർ എങ്ങനെയാണ് കാണിക്കാം. ഓക്കെ, ചുക്കുകാപ്പിയുടെ ടേസ്റ്റ് ഗൈസ്. ചുക്കുകാപ്പി ഇവരുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ, ടേബിൾ പ്രസൻറ്റേഷൻ പൊളിയാണ് ഗൈസ്. കണ്ടില്ലേ, നൈഫൊക്കെ വെച്ചിരിക്കുന്നത്, പിന്നെ ടിഷ്യൂ ഒക്കെ വെച്ചേക്കുന്നത്, അവരുടെ ഒരു സ്റ്റൈല്. നമ്മുടെ പാട്ടഭാഗം ഇതിനകത്ത് വന്നിട്ടുണ്ട് ഗൈസ്, എടുത്ത് മാറ്റിയിട്ടുണ്ട് ഗൈസ്. നോമ്പ് തുറക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അവർ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വാങ്ക് വിളിച്ച് കഴിയുമ്പോൾ അവർ ഫുഡ് കഴിക്കാനാണ് തോന്നുന്നത്. എല്ലാവരും തന്നെ ഫുഡ് കൗണ്ടറിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഇഫ്താർ ടേബിള്. നമ്മൾ ഡെസേർട്ട് എടുത്തിട്ടുണ്ട്, ഫുഡ് എടുത്തിട്ടുണ്ട്, ജ്യൂസ്, പെപ്സി, അങ്ങനെ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി കഴിക്കാൻ തുടങ്ങാം. നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഇനി സമൂസ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിക്കൻ സമൂസയുണ്ട്. അത് ഫുഡിൻ്റെ സെക്ഷൻ കഴിയുമ്പോൾ നമ്മളിൻ്റെ അടുത്ത ഡെസേർട്ടിലേക്ക് പോവാണ്. കണ്ടില്ലേ, 2 സമൂസ വെക്കേണ്ട, അത് നമുക്ക് ലാസ്റ്റ് സ്ഥലമില്ല വയസ്സിലാണ്ടായിട്ട്. ഇതാണ് കഴിച്ച് നമ്മുടെ അടുത്ത ഡെസേർട്ട്. നമ്മൾ എടുത്ത് നോക്കാൻ നമ്മളത് കഴിക്കാൻ പോവാണ്. റെമി കാണിച്ചു കൊടുക്കുന്ന ഡെസേർട്ട് നമ്മുടെ ഓറഞ്ച് വൈകി കുറിച്ച് കഴിഞ്ഞു. അപ്പം നമ്മളടുത്ത ഡെസേർട്ടിലേക്ക് പോകാം. നമ്മളടുത്ത ഡെസേർട്ടിൽ നമ്മൾ ആദ്യം റെഡ് വെൽവെറ്റ്
വെൽവെറ്റ് ആണെന്ന് തോന്നുന്നു, റെഡ് പ്ലസ് വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇനി അടുത്തത് ഇത് ഈ സാധനം എന്താ ഇതിൻ്റെ പേര്? പുലാവോ? പുലാവാണോ? സാധനം ഇതാണ് അടുത്ത സാധനം. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല, കണ്ടിട്ട് നല്ലത്. ആദ്യം ഞങ്ങൾ എടുത്ത ഡെസേർട്ട് ഇതായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്തു. സൂപ്പറാണ്. ഞാൻ അടുത്ത കുറച്ചൊരു പേസ്ട്രി മീൻസ് സോസ് കൊള്ളാം. പായസം പോലത്തെ സാധനം ഉണ്ടായിരുന്നു. എനിക്കിപ്പം നോക്കിയിട്ട് ഈ ഫുഡിനേക്കാളും ഇഷ്ടപ്പെട്ടത് അല്ലേ? ഫുഡിനേക്കാളും ഇഷ്ടപ്പെട്ട ഡെസേർട്ട് ഐറ്റംസാണ്. നമ്മളുടെ ഒരു നാരങ്ങയോ മുസമ്പിയോ ഒന്നും മുഴുവനായിട്ട് മുഴുവനായിട്ട് വഴറ്റാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ കത്തി വെച്ച് മുറിച്ച ശേഷമായിരിക്കും നമ്മൾ ഒരു ചിലതിൽ തേങ്ങ ഇട്ടേക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഇട്ടിട്ടുണ്ട്, എനിക്ക് അങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടമാണ്. ഇതിന് ഗുലാബ് ജാമാണോ? ഈ സ്വീറ്റിൻ്റെ അകത്ത് ഇതെന്താണെന്ന് മനസ്സിലായോ? വാൾനട്ട് കൊണ്ട് സ്വീറ്റ് ഉണ്ടാക്കിയേക്കുന്നത്. ഇത് വാൾനട്ടാണ്. നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ എനിക്കും ഇത് നമ്മുടെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കിപ്പോൾ അതിനകത്ത് കുറച്ചൊന്നും ഇഷ്ടപ്പെട്ടത് ഈ സാധനം. ഇത് പിന്നീട് ഒരു വെള്ള സാധനം ഉണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് കിട്ടിയില്ലല്ലോ. നല്ലതാണോ? എന്നാ വേണ്ട. പക്ഷെ വെള്ള സാധനം അവിടെ നിന്നുണ്ട്. അത് അന്നമ്മയുടെ ഒരു പ്ലേറ്റ് കൂടെ ഉണ്ട് ഇവിടെ. അന്നമ്മയ്ക്ക് വേണ്ട, ഞാൻ ടേസ്റ്റ് നോക്കാം. ഇതാന്ന് തോന്നുന്നു പറഞ്ഞ വെള്ളം. അല്ല ഈ വെള്ള ഈ വെള്ള സാധനം എൻ്റെ വലിയ സ്പൂണായിപ്പോയി കഴിച്ചു. വേറൊരു ടേസ്റ്റ്. ഈ സാധനം ഒന്ന് നോക്കുന്നത് എല്ലാത്തിനും സാധനമാണ് പറയുന്നത്. അന്നമ്മ ഓർക്കുന്നു, അന്നമ്മ കഴിച്ചപ്പോൾ ഇത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. ഒരു കഴിയും പിന്നെ ടേസ്റ്റ്. ചേച്ചി എല്ലായിടത്തും നല്ലതാ നല്ലതാ പറഞ്ഞാൽ ഞാൻ തന്നെയല്ല തിന്നിട്ട് ഇവിടെമാരെന്നെ കല്യാണം എനിക്ക് ഓരോന്ന് കഴിക്കുമ്പോഴും ഇത് ശരിയാണ്. അതോ എടാ നമ്മളിപ്പോൾ എടുത്ത റൈസ് കുഴപ്പമില്ലല്ലേ? പിസ്ത ഫ്ലേവർ നല്ലൊരു സാധനം വേണം. അത് ഞാൻ അവിടെ കണ്ടു. അതിന് പകരം നമുക്ക് കിവി കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കേക്ക് എടുത്തില്ലായിരുന്നു. ചിക്കൻ പൊളിയാ. ഡെസേർട്ടിലെത്തി, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഫുഡിലേക്ക് പോവാം. ഓക്കെ റെമി, നമ്മുടെ ഡെസേർട്ട് കഴിക്കാൻ പോവാണ്. എനിക്ക് കുറച്ച് മതി, ഒരുപാട് കഴിക്കാൻ പറ്റില്ല. ഓക്കെ. ഓൾറെഡി ഇതെല്ലാം അല്ല അല്ല പലരും പലതും പറയും, നമ്മൾ അങ്ങോട്ടേക്ക് മൈൻഡ് ആക്കണ്ട. വളരെ ചെറിയ അവളൊന്ന് എടുക്കട്ടെ. കൈവിട്. ഓക്കെ ഗൈസ്, ആദ്യമായിട്ടാണ് നമ്മുടെ ലൈഫിൽ തന്നെ ഫോർക്ക് വെച്ച് ഡെസേർട്ട് മുറിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് ഇതിന് മുകളിലെ പോർഷൻ മാത്രം മതി. അപ്പൊ എനിക്ക് ഇതിനെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. പഠിച്ചൊക്കെ എടുത്തു. ഇവിടെ ഇത്രയും പേരിൽ ഏറ്റവും നന്നായി ഫുഡ് കഴിച്ച് ആ ഒരു അവൻ്റെ പാത്രം എടുത്തോണ്ട് പോയി കഴിച്ചു. അല്ലെങ്കിൽ ഞാൻ അവൻ്റെ പാത്രം കൂടെ കൂട്ടി കാണിക്കായിരുന്നു. കണ്ടില്ലേ നമ്മുടെ വീരനിരിക്കുന്നത്. നമ്മുടെ എല്ലാവരും ഇത്രയും പേര് നമ്മുടെ ഒക്കെ ഫുഡ് കഴിച്ച് ബാക്കി വെച്ചു. പക്ഷേ നമ്മുടെ വീരൻ, നമ്മുടെ യോദ്ധാവ് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. നല്ലായിരുന്നു അവിടെ ഫുഡ്, നല്ലായിരുന്നു.
ദേവ് നേരത്തുണ്ട് ക്യാമറയുടെ മുമ്പിൽ. ഓറഞ്ച് ജ്യൂസ് ആട്ടോ. ഓറഞ്ച് ജ്യൂസ് അല്ല, ഇത് മാങ്ങ ജ്യൂസാണ്. ഞാൻ ഓറഞ്ച് എന്ന് പറഞ്ഞെടുത്താ കഴിച്ച് ഇത് മാങ്ങയായി. പിന്നെ മാങ്ങ നീ കുടിക്കില്ല. മാങ്ങ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. നമ്മുടെ അവിടെ പരിപാടിയൊക്കെ തുടങ്ങുന്നുണ്ട്. സ്വീറ്റ് കഴിക്കുന്ന അനങ്ങനെയാണ് കാണുന്നത് കേട്ടോ. ഗൈസ് നമ്മുടെ IVF അവിടെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഗൈസ്. വാവ് ഗൈസ് നമ്മുടെ റിസർച്ചാണ് ഗൈസ്. ഗൈസ് നമ്മുടെ IVF ഇവിടെ പ്രൊജക്റ്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഡോക്ടർ ഇസ്മായിൽ ഗൈസ്. വാവ്, ഇത് നമ്മുടെ IVF വഴി ഉണ്ടായ കൊച്ചാണ്. ആയിഷയുടെ ഹസ്ബൻഡും. അങ്ങനെ വീഡിയോ കഴിയാൻ പോവുകയാണെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് നമ്മുടെ കൗണ്ടറൊക്കെ കാലിയായിട്ടുണ്ട്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്ത് കാണാൻ പോവാണ്. ബാക്കി ഹോട്ടലിൻ്റെ ഇവിടെ കുറേ വലിയ ആൾക്കാരൊക്കെ വന്നിരിപ്പുണ്ട് ഗൈസ്. നമുക്ക് അറബി ചെയ്തുകൊണ്ടൊന്നും മനസ്സിലാകത്തില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മുതലാളി മിസ്റ്റർ ആവൻ. ഗൈസ് നമ്മൾ വന്നപ്പോൾ ഭയങ്കര വെളിച്ചമൊക്കെ ആയിട്ട് പൊളിയായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ഇവർ ലൈറ്റൊക്കെ ഇട്ട് ഇവിടെ മൊത്തം സെറ്റാക്കി സൂപ്പറായിട്ടുണ്ട്. ഇത് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഗൈസ്. അവിടെയാണെന്ന് തോന്നുന്നു പൂളൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മളിത് ഇതിൻ്റെ മുകളിലേക്കാണ് ഈ പോകാൻ പോകുന്നത്. ഇതിലേക്ക് എന്നാൽ റൈമി നടന്നു പോയി നല്ല വ്യൂ ഒക്കെ പിടിക്കും. ഞാൻ ലിഫ്റ്റ് വരാം. അപ്പോൾ ഗൈസ് അവർ അവർ നടന്നു പോവാണ്, നമ്മൾ ലിഫ്റ്റിൽ പോവാണ്. ഹായ് റൈമി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ. നമ്മുടെ ഹോട്ടൽ. ഗൈസ് ഇതാണ് നമ്മുടെ മറ്റൊരു എൻട്രൻസ്. ഗൈസ് നമ്മുടെ പിള്ളേർ വരുന്നത്. നമ്മുടെ പിള്ളേർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. എല്ലാവരും ഉണ്ട് ഗൈസ്. എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് നമ്മൾക്ക് തീർക്കുകയാണ് ഗൈസ്. വാവ് നൈസ്. എല്ലാം ഒന്നിനൊന്നും മെച്ചം. എല്ലാ റിസപ്ഷനും സിറ്റിംഗ് ഹോളും എല്ലാം പൊളി തന്നെ. ഇതാ നമ്മുടെ താത്തമാർ വീഡിയോ എടുക്കുന്നു. നമ്മുടെ രാജാക്കന്മാർ അവിടെ നമ്മളെ കണ്ടപ്പോഴേ ചേട്ടൻ പറഞ്ഞു സ്വിമ്മിംഗ് പൂളിൽ പോകാനാണോ അപ്പുറത്തെ സൈഡാന്ന് പറഞ്ഞ് കാണിച്ചു തന്നു നമുക്ക്. നമ്മുടെ സ്വിമ്മിംഗ് പൂൾ എത്തിയിരിക്കുന്നു ഗായ്സ്. പക്ഷേ സ്വിമ്മിംഗ് സൂട്ട് എടുത്തോണ്ട് വരായിരുന്നു, എന്നപ്പോൾ ചാടായിരുന്നു. വാവ്, ഇവിടെ ഇരുന്ന് TV കാണാൻ ഗൈസ്. അതേ ഉള്ളോ? അത്രേ ഉള്ളോ? ഓ മൈ ഗോഡ്, 15 റിയാലേ ഉള്ളൂ ഗൈസ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാനൊക്കെ പറ്റുമായിരുന്നു. ഇതാണ് നമ്മുടെ അതെ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. വാവ് നൈസ്. ഞാനോട് ഓടി വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഓടിപ്പോയി. നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുകയാണ്. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. നമ്മുടെ ഇവിടേക്കാണ് 2 പൂളുണ്ട് ഇവിടെ. ഇതിൻ്റെ ഒരു മിനി പൂളും ഒരു വലിയ പൂളും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങണമെങ്കിൽ 15 റിയാൽ നമ്മൾ കൊടുക്കണം. പക്ഷേ ഇത് ഓൾറെഡി നമുക്ക് ഇവർ മിസ്സുകാർ പൈസയൊക്കെ കൊടുത്ത് ഫുള്ള് ഫ്രീ ആക്കി വെച്ചിരിക്കാം. നമുക്ക് എന്ത് ഉപയോഗിക്കാനുള്ളത്. ഇല്ല, നമ്മുടെ താഴെ ആ ഇതില് വന്നാ മതിയായിരുന്നു. ഇപ്പൊ വെച്ചേക്കുന്ന ഒരു ഹിന്ദി പാട്ടാണ് കൈ. ആ ഇറങ്ങുന്നില്ല നമ്മുടെ കുഞ്ഞാ ഓടി വരുന്നു.
യെസ്, നമ്മൾ ക്യാമറ പിടിച്ചിരിക്കുന്നു. ഹായ്. അതാ നമ്മുടെ ഫോട്ടോഗ്രാഫറും ഫോട്ടോ എടുക്കുന്ന മോഡലും എല്ലാവരും ഉണ്ട് ഇവിടെ. ഗായ്സ്, ഇവിടെ ചെറിയ പിള്ളേർക്ക് ചാടാൻ വേണ്ടി ഒരു മിനി പൂൾ ഒരു ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ പോകുന്നത് നമ്മുടെ വിമാനം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞു. എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളും വീട്ടിലേക്ക് പോവുകയാണ്.